അമൃത ആശുപത്രിയിൽ ആദ്യ ബ്രെയിൻ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ ശിവകുമാർ മേനോൻ നർമ്മദ പരിക്രമണത്തിനായി കാൽനടയായി സഞ്ചരിച്ചത് 3500 കിലോമീറ്റർ. 140 ദിവസങ്ങൾ കൊണ്ടാണ് അദ്ദേഹം യാത്ര പൂർത്തിയാക്കിയത്. യാത്രയുടെ അനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ടുള്ള ശിവകുമാർ മേനോന്റെ പുസ്തകം നർമ്മദേഹർ കൊച്ചിയിൽ പ്രകാശനം ചെയ്തു. 140 ദിവസങ്ങൾ കാൽനടയായി 3500 കിലോമീറ്റർ നടന്നാണ് ശിവകുമാർ മേനോൻ നർമ്മദ പരിക്രമണം പൂർത്തിയാക്കിയത്. തന്റെ യാത്രയിലെ അനുഭവങ്ങളാണ് അദ്ദേഹം പുസ്തകരൂപത്തിൽ പുറത്തിറക്കിയിരിക്കുന്നത്. കൊച്ചി അന്താരാഷ്ട്ര പുസ്തകോത്സവ വേദിയിൽ വെച്ച് ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് PS ഗോപിനാഥൻ പുസ്തകം പ്രകാശനം ചെയ്തു. എഴുത്തുകാരി ശ്രീകുമാരി രാമചന്ദ്രനാണ് പുസ്തകം ഏറ്റുവാങ്ങിയത്. നർമ്മദ പരിക്രമണത്തെക്കുറിച്ചുള്ള മലയാളത്തിലെ ആദ്യ പുസ്തകമാണ് നർമ്മദേഹർ. മഹാരാജാസ് കോളേജ് ചരിത്ര വിഭാഗം പ്രൊഫസർ ഡോക്ടർ വിനോദ് കുമാർ കല്ലോലിക്കൽ പുസ്തകം പരിചയപ്പെടുത്തി. നർമ്മദേഹർ എന്ന പുസ്തകം രചിച്ചത് തന്റെ നിയോഗമാണെന്ന് ശിവകുമാർ മേനോൻ പറഞ്ഞു. കൊച്ചി അമൃത ആശുപത്രിയിലെ ആദ്യ ബ്രെയിൻ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ ആളാണ് അദ്ദേഹം. അതിനുശേഷം ചെയ്യുന്ന വലിയ ഉദ്യമമാണ് നർമ്മദ പരിക്രമണം. യാത്ര കഠിനമായിരുന്നു, പക്ഷെ അറിഞ്ഞില്ല. കാരണം ഇതെല്ലാം നമ്മളല്ല, നമ്മളെ കൺട്രോൾ ചെയ്യുന്ന വേറൊരു ശക്തിയുണ്ട്. ആ ശക്തി കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നർമ്മദയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ആർക്കും അറിഞ്ഞൂടാത്തതുകൊണ്ട് പറഞ്ഞു തരാൻ ആരും ഇല്ലാണ്ടിരുന്നു. അപ്പോൾ എന്തായാലും എനിക്ക് നിയോഗം പോലെ ഈ നർമ്മദ ഒരു ശക്തി, ആ ശക്തി എനിക്ക് ഓരോന്നായിട്ട് പറഞ്ഞു തന്നുകൊണ്ടിരുന്നു. അത് വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. അമൃത ഹോസ്പിറ്റലിൽ എൻ്റെ ബ്രെയിനിൻ്റെ ഒരു ഇത് വന്നിരുന്നു. അന്ന് എന്നെ സർജറി ചെയ്തു. അമൃത ഹോസ്പിറ്റലിലെ ആദ്യത്തെ സർജറി എൻ്റെ ആയിരുന്നു. വലിയൊരു ചരിത്ര സൂക്ഷിപ്പിനു കൂടി ഉപകരിക്കുന്നതാണ് പുസ്തകമെന്ന് ജസ്റ്റിസ് PS ഗോപിനാഥൻ അഭിപ്രായപ്പെട്ടു. ലളിതമായ ഭാഷയിൽ 7 അധ്യായങ്ങളാണ് പുസ്തകത്തിലുള്ളത്. അമൃത ന്യൂസ്, കൊച്ചി.